ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. വെൽക്കം ബാക്ക് ടു ഗുഡ് മോർണിംഗ് റിപ്പോർട്ട്. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും പ്രതിഷേധം കടുപ്പിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർ മന്ദറിലെ സമരം അവസാനിപ്പിക്കാൻ നൽകിയ വാഗ്ദാനങ്ങൾ കേന്ദ്ര സർക്കാർ പാലിച്ചില്ലെന്ന് ആരോപിച്ചാണ് പുതിയ സമരം. അടുത്ത മാസം 5-ന് ഇന്ത്യ ഗേറ്റ് മുതൽ ദില്ലിയിലെ പോലീസ് ആസ്ഥാനത്ത് വരെ മാർച്ച് നടത്താൻ CJP നിർവാഹക സമിതി തീരുമാനിച്ചു. മരിച്ച നീറ്റ് ഉദ്യോഗാർത്ഥികളുടെ കുടുംബങ്ങളും പോലീസ് അതിക്രമങ്ങൾക്ക് ഇരയായവരും മാർച്ചിൽ പങ്കെടുക്കും. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യമില്ലായ്മ ചൂണ്ടിക്കാട്ടി വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് CJP സ്ഥാപകൻ അഭിജിത് കെ കത്തയച്ചു. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. അതിൽ ഒന്ന് വിറച്ചതാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കേന്ദ്രം. ഇപ്പോൾ അവർ ഒരു സമരാഹ്വാനം കൂടി നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കോ മറ്റോ സാധ്യതയുണ്ടോ? ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധമായേക്കും എന്നതാണ് ലഭിക്കുന്ന അനൌദ്യോഗികമായ വിവരം. കാരണം വീണ്ടും ഒരു സമരത്തിന് സാഹചര്യം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ താല്പര്യപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ജന്തർ മന്ദർ സമരത്തിന് പിന്നാലെ കഴിഞ്ഞ മാസം സമരം 25-ാം തീയതി സമരം അവസാനിപ്പിക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്ര സിംഗും JP നദ്ദയും CJP നേതാക്കൾക്ക് നൽകിയിരുന്ന ഉറപ്പുകളിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണ് പാലിച്ചില്ല എന്ന് CJP പറയുന്നത്. അതിൽ ഒന്ന് നഷ്ടപരിഹാരം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ്. അത് നൽകാം എന്ന് അറിയിച്ചിരുന്നു, പക്ഷേ അത് ഇതുവരെ നൽകിയിട്ടില്ല. മറ്റൊന്ന് FIR-കളെല്ലാം വിദ്യാർത്ഥികൾക്കെതിരെയുള്ളത് റദ്ദാക്കണം, പിൻവലിക്കണം എന്നുള്ളതായിരുന്നു. അതും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് CJP പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ദേശീയ പ്രവർത്തക സമിതി യോഗം ചേർന്ന് CJP 2ാം ഘട്ട പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം 5-ാം തീയതിയാണ് ഇന്ത്യ ഗേറ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രതിഷേധ മാർച്ച് ദില്ലി പോലീസ് ആസ്ഥാനത്ത് അവസാനിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നീറ്റ് പരീക്ഷയെ തുടർന്ന് അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബം പങ്കെടുക്കുമെന്ന് CJP അറിയിച്ചിട്ടുണ്ട്. ഒപ്പം പെല്ലറ്റ് ഗണ്ണിൽ അക്രമമേറ്റവർ, പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനമേറ്റവർ, അങ്ങനെ CJP പ്രതിഷേധത്തിൽ പോലീസ് അതിക്രമത്തിന് ഇരയായവരും ഈ പ്രതിഷേധ റാലിയിൽ അണിനിരക്കും. അങ്ങനെ വിപുലമായൊരു പ്രതിഷേധ റാലി ദില്ലിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനു മുൻപ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.